അൽഹംദുലില്ലാ. ഹസന ഉംറ സംഘം ഇന്ന് മസ്ജിദു ആയിഷയിലേക്ക് ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ പാക്കേജിൽ എല്ലാ പാക്കേജിലും അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ 8 ഉംറകൾ വരെ ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഏത് ഉംറയാണ് അള്ളാഹു സ്വീകരിക്കാൻ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കഴിയുന്നത്ര ഉംറകൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഒരാളെയും നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോവാറുമില്ല. ഫർളായ ഒരു ഉംറ കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ സുന്നത്താണല്ലോ. അപ്പോൾ സൗകര്യം പോലെ ഓരോരുത്തരുടെ താല്പര്യം പോലെ പോരാറാണ് പതിവ്. ഏതായാലും ഇന്ന് മസ്ജിദ് ആയിഷയിലേക്കാണ് പോകുന്നത്. മസ്ജിദ് ആയിഷ എന്ന് പറഞ്ഞാൽ ആയിഷ ഉമ്മ ഇഹ്റാം ചെയ്ത ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത വളരെയധികം മഹത്വമേറിയ ആ ഒരു പള്ളിയിലേക്കുള്ള യാത്ര, അവിടുത്തെ പള്ളി കാണണം, അവിടുത്തെ ചരിത്രങ്ങൾ. ആയിഷ പള്ളിയുടെ പരിസരത്താണ് ഇത് മസ്ജിദ് ആയിഷ. ഈ സ്ഥലത്തെ മസ്ജിദ് ആയിഷ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, മസ്ജിദുൽ ഉംറ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ മസ്ജിദ് തൻഈം എന്ന പേരിലും അറിയപ്പെടുന്നത്. 3 പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോ തൻഈം എന്നുള്ള പേര് പറയാൻ കാരണം, എല്ലാവരും അങ്ങോട്ട് നോക്കൂ, എന്താ കാണുന്നില്ലേ? ആ മലയുടെ മുകളിൽ ഒരു പച്ചാൾ പോകാനുള്ളത് അല്ലേ? ആ ഏതാ മല? കവി ഉദ്ദേശിച്ച മലനാണ്. അപ്പൊ ആ ഒരു മല, ഈ സൈഡ് നോക്കി, ഇവിടെ മല ഉണ്ടല്ലേ? അതായത് ഈ 2 മലകളെ പറയുന്ന പേരാണ് നായിം നഈം എന്നുള്ളത്. ഈ 2 മലകൾക്കിടയിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇതിനെ മസ്ജിദു തൻഈം എന്ന പേരിൽ അറിയപ്പെടുന്നു. മസ്ജിദുൽ ഉംറ എന്ന് പറയാൻ കാരണം, ഹറമിന്റെ അതിർത്തിയിൽ ഒരാൾക്ക് ഉംറ ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ഹറമിൽ നിന്ന് ഹില്ലിലേക്ക് വരണം. അതായത് ഹറമിന്റെ പുറത്ത്, ഹറമിന്റെ അതിർത്തി കഴിഞ്ഞാലുള്ള ഭാഗമാണ് ഹില്ല് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ ഉള്ളത് എവിടെ അറിയാം? ഹറമിനാണുള്ളത്. നമ്മളെല്ലാവരും ഹറമിനാണുള്ളത്. അപ്പൊ നമുക്കിപ്പോ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. നമ്മളെന്ത് ചെയ്യണം? ഹറമിന്റെ പുറത്തേക്ക് വരണം, ഹില്ലിലേക്ക്. അപ്പൊ ഈ മക്കയുടെ അടുത്ത് ഏറ്റവും അടുത്തുള്ള ഒരു അതിർത്തി, ഹില്ല ഉദ്ദേശിച്ച അതിർത്തി കേട്ടാ, ആ അതിർത്തി ഉള്ളത് എവിടെയാണ്? ഈ ആയിഷ പള്ളിയാണ്. അതുകൊണ്ട് തന്നെ മക്കയുള്ള പരിസരത്തിൽ എല്ലാവരും ഉംറക്ക് വരുന്ന സ്ഥലം എടുക്കാണ് ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് മസ്ജിദുൽ ഉംറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടാ. ഇനി മസ്ജിദ് ആയിഷ എന്ന് പറയാൻ കാരണം, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് തങ്ങളുപ്പാപ്പയും സ്വഹാബത്ത് എല്ലാവരും കൂടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ വരുന്ന സമയത്ത് കൂടെ ഹബീബിന്റെ എല്ലാമായിരുന്ന ആയിഷത്തു സഹ്റാ, ഫാത്തിമത്തു സഹ്റ അല്ലേ? ആ ആയിഷ ഉമ്മ ഉണ്ടായിരുന്നു കൂടെ. ആയിഷ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിഷ ഉമ്മ ഇങ്ങോട്ട് വന്നു, കൂടെ വരുന്ന സമയത്ത് ആയിഷ ഉമ്മ ഹൈലുകാരിയാണ്. അങ്ങനെ ആദ്യം മുത്തായ തങ്ങളും സ്വഹാബത്തൊക്കെ എന്ത് ആദ്യം ഉംറ ചെയ്തു, അതിനുശേഷമാണ് ഹജ്ജ് ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് ആയിഷ ഉമ്മക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഓൾറെഡി അപ്പോൾ ലീവിലായിരുന്നല്ലോ, ശുദ്ധിയില്ലാത്ത സമയമായത് കൊണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവരെ ഉംറ എല്ലാം കഴിഞ്ഞു, ഹജ്ജും കഴിഞ്ഞ് ആയിഷ ഉമ്മ ഹജ്ജ് ചെയ്തു, ഉംറ കിട്ടിയില്ല. തിരിച്ചു പോരുന്ന സമയത്ത് ആയിഷ ഉമ്മ ആരംഭ പൂവിന്റെ കൂടെ എല്ലാവരും പോരാൻ നിൽക്കാം. അപ്പൊ മുത്തിന്റെ പ്രിയതമയാവുന്ന ആയിഷ ഉമ്മയുടെ മുഖത്ത് ഇങ്ങനെ ചെറിയൊരു വാട്ടം, ചെറിയൊരു വിഷമം പോലെ. അപ്പൊ നമുക്ക് നമ്മളെ പ്രിയതമകളുടെ മുഖം വിഷമിച്ചറിയില്ലേ? അറിയോ? നിങ്ങളെ പുതിയാപ്പിളക്ക് അറിയലുണ്ട് നിങ്ങളെ മുഖം പാടി കഴിഞ്ഞാല്? ആ ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ. നിങ്ങളെ പുതിയാപ്പാടെ മുഖം പാടി അറിയലുണ്ടോ? അപ്പൊ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാല് അതറിയും. അതാണ് ആ സ്നേഹബന്ധം. മനസ്സിലായില്ലേ? ഈ സ്നേഹബന്ധത്തിന്റെ അസിലാണ് ആര്? മുത്തായ തങ്ങള്. നമ്മളൊക്കെ സ്നേഹത്തിന്റെ എത്രയോ അപ്പുറത്തല്ലേ? ഹബീബിന്റെ ഭാര്യമാർ ഒരാളെയും മുത്തായ തങ്ങൾ വേദനിപ്പിക്കൂല എന്നല്ല, തങ്ങൾ വേദനിപ്പിക്കുക, തങ്ങൾ വേദനിക്കുന്ന ഇഷ്ടപ്പെടുന്നു പോലില്ല. ഇൻഷാ അല്ലാഹ് മൈമൂന ഉമ്മയെ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടുത്തെ ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട്, ഖദീജ ഉമ്മനെ കുറിച്ച് നമ്മളൊക്കെ പറയുന്നുണ്ട്. ആരംഭ പൂവിന്റെ ഭാര്യയാവുന്ന ആയിഷ ഉമ്മ എന്ത് വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോ മുത്ത് ചോദിക്കാ, എന്തു പറ്റി ആയിഷു, നിങ്ങളെ മുഖത്തെന്തോ ഒരു വിഷമുള്ള പോലെ ഉണ്ടല്ലോ. അപ്പോ ആയിഷ ഉമ്മ മുത്തായ തങ്ങൾ പറഞ്ഞു, തങ്ങളെ എല്ലാവരും 2 അജറും കൊണ്ടാണ് പോകുന്നത്. പാവം ഈ ആയിഷ മാത്രം 1 അജറ് കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അതായത് എല്ലാവർക്കും ഹജ്ജും കിട്ടി, ഉംറയും കിട്ടി, എനിക്ക് മാത്രം ഹജ്ജ് മാത്രമായില്ലേ എന്നൊരു വേദന ഹബീബിന്റെ ഭാര്യ പറഞ്ഞപ്പോ
മുത്തായ തങ്ങൾക്ക് ഭാര്യമാരോട് അതിയായ മഹബത്തുള്ളത് കൊണ്ട് തന്നെ തങ്ങളുപ്പാപ്പയുടെ ആയിഷ ഉമ്മന്റെ ആ ഒരു വിഷമം വെച്ചുകൊണ്ട് തിരിച്ചു പോകാൻ തങ്ങൾ ഇഷ്ടമില്ല. തങ്ങളുപ്പാപ്പ അവരുടെ ആയിഷ ഉമ്മയുടെ സഹോദരനാവുന്ന അബൂബക്കർ എന്നുള്ളത്, അബൂബക്കർ ഇബ്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പാന്റെ മോന്റെ പേര് അബൂബക്കർ കേട്ടോ. അപ്പോ അബൂബക്കർ എന്നുള്ളവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സഹോദരിയെ കൊണ്ടുപോവുക, എന്നിട്ട് അവരെ ഇഹ്റാം ചെയ്ത് കൊണ്ടുവന്ന് അവരെ ഉംറ ചെയ്യിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ തിരിച്ചു വരിക, നമ്മുടെ കൂടെ പോരുക എന്നുള്ളത്. അന്ന് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ ആയിഷ ഉമ്മ വന്ന് ഇഹ്റാം ചെയ്തൊരു സ്ഥലമാണ് ഈ സ്ഥലം, ഈ പള്ളി നിൽക്കുന്ന സ്ഥലം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആയിഷ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്, ഏത് സ്ഥലത്ത്, എത്ര വലിയ മഹത്തുള്ള, അവര് ഇഹ്റാം ചെയ്ത സ്ഥലമാണ് ഈ പള്ളിയിലല്ലേ. മനസ്സിലായില്ലേ? വലിയ മഹത്തുള്ള സ്ഥലമാണ്. ഒരു ചില്ലറ സ്ഥലമല്ല. അപ്പൊ ആയിഷ ഉമ്മക്ക് വന്നെന്ന് പറയുമ്പോ ഈ മണ്ണേ പവിത്രമായി പോയി. കാരണം ഹബീബിന്റെ കൂടെ സന്തോഷ ജീവിതം നയിച്ചവരല്ലേ അവര്. ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ. ആയിഷ ഉമ്മയുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം അല്ലാഹ് ഖൈറിലാക്കി തരുമാറാവട്ടെ. അപ്പോ അങ്ങനെ അതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദ് ആയിഷ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം കേട്ടോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇങ്ങോട്ട് വരാൻ കാരണം, ഇതൊക്കെ നമുക്ക് അവിടുന്ന് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് വരാൻ കാരണം പരിശുദ്ധമായ ഹറമിന്, നമ്മളിപ്പോ ഹറം പറയുന്നില്ലേ, ഈ ഹറമിന് അതിർത്തികളുണ്ട്. മസ്ജിദുൽ ഹറാമിന്റെ ചുറ്റും 12 കിലോമീറ്ററിലാണ് അതിർത്തി വരുന്നത്. ഈ അതിർത്തിയിൽപ്പെട്ട ഒരു അതിർത്തിയാണ്, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, ഒരു സ്തൂപം കാണുന്നുണ്ടോന്ന്, കാണുന്നുണ്ടോ? റോഡിന്റെ സെന്ററിൽ കണ്ടില്ലേ? ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ നോക്കി എഴുതിച്ചത് എൻഡ് ഓഫ് ഹറം ബൗണ്ടറി എന്ന് പറഞ്ഞാല് ഹറമിന്റെ അതിർത്തി അവസാനിക്കുകയാണ്. ഇനി അതിന് അപ്പുറത്തേക്ക് ഹറമല്ല എന്ന് പറഞ്ഞാല് ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്കാത്ത് കൂലിണ്ട്. ഇവിടെ നിസ്കരിച്ചാൽ, അവിടെ നിസ്കരിച്ചില്ല, അത് ഹറമിന്റെ പുറത്താണ്. മനസ്സിലായില്ലേ? അതാണ് മാറ്റം. ആ ക്വാളിറ്റി ഒക്കെ നിങ്ങള്, ഒരാള് ഇവിടെ നിസ്കരിച്ച 1,00,000 ഉണ്ട്, അവിടെ നിസ്കരിച്ചില്ല, ആ സ്ഥലത്തിന്റെ മാറ്റം. അപ്പൊ ഈ ഹറമിന്റെ അതിർത്തി എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് അങ്ങനത്തെ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇതെങ്ങനെയാണ് ഹറമിന്റെ അതിർത്തി, എങ്ങനെ ഇതിന്റെ ശ്രേഷ്ഠത വരുന്നത്, എന്താണ് കുഴപ്പമില്ല. നിങ്ങൾ വിശാല മനസ്കതി നിറകുടങ്ങളാണ്. ഹറമിന്റെ അതിർത്തി മനസ്സിലായത്, അതായത് ഇതാണ് അതിർത്തി എന്നുള്ള എങ്ങനെ മനസ്സിലാവുന്ന വെച്ചാല്, പരിശുദ്ധമായ കഅബാലയം പുനർനിർമ്മിച്ചത് ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലെ ചരിത്രങ്ങൾ പറയാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബാലയം നിർമ്മിച്ചപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാണ്. ഇബ്രാഹിം നബിയെ ഹറമിന്റെ അതിർത്തി ഇന്നാലിന്നതാ പറഞ്ഞ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുത്ത അതിർത്തിയാണ് ഈ കാണുന്ന മുഴുവൻ അതിർത്തി. അതായത് ഇങ്ങനെ ചുറ്റുണ്ടിട്ടാ ഹറമിന്റെ 12 കിലോമീറ്റർ ചുറ്റും. അപ്പൊ ആ ചുറ്റളവിലുള്ള സ്ഥലമാണ് ഈ അതിർത്തി എന്നുള്ളത് കേട്ടാ. അപ്പൊ ഈ സ്ഥലത്തിന്റെ മഹത്വം മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത് ഈ ഹറമിന്റെ അതിർത്തി രണ്ടും മനസ്സിലാക്കി തരാം കേട്ടാ. അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മസ്ജിദ് ആയിഷയിലേക്ക് നമ്മൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി വന്നാണ്. ഇതിന് കുറച്ചപ്പുറത്താണ് മുത്തിന്റെ മറ്റൊരു ഭാര്യയാവുന്ന ആരുള്ളത്, മൈമൂന ഉമ്മുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് സിയാറത്തിന് വരാം. ഇപ്പൊ നമ്മ ഇവിടെ എന്ത് ചെയ്യാ, നേരെ നമ്മൾ ഇഹ്റാം ചെയ്യല്ലേ? എവിടുന്നാ? ആയിഷ പള്ളിന്നില്ല, ഹറമിനപ്പുറം നമ്മൾ അവിടെ പോയിട്ട് അവിടുന്ന് ഇഹ്റാം ചെയ്യാം. അതായത് അതിർത്തി. ഇതെന്തിനാ പറഞ്ഞറിയോ പ്രിയമുള്ളവര്, നമ്മളിപ്പോ ഒറ്റക്ക് വരുന്നവരുണ്ടാവും, നമ്മൾ വരുന്നവരുണ്ടാവും. ഒറ്റക്ക് വരുമ്പോൾ ടാക്സി ഇറങ്ങും, അതേപോലെ ഇറങ്ങി നമ്മൾ പോയി ഇഹ്റാമിന്റെ മുമ്പിൽ സുന്നത്തെ കുശാലെ നിസ്കരിക്കും. എന്നിട്ട് നമ്മൾ വേഗം വന്നിട്ട് എന്ത് ചെയ്യും, വേഗം നീയത്ത് വെച്ചാൽ ഇവിടുന്ന് നീയത്ത് ഈ അതിർത്തിയിൽ ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ആ നീയത്ത് വെറുതെ ആയി, അതുണ്ടാവാൻ പാടില്ല. അള്ളാഹു നല്ല റാഹത്തുള്ള ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അങ്ങനെ ആയിഷ ഉമ്മയുടെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം ഞങ്ങൾ ഹറമിൽ നിന്നും ഹില്ലിലേക്ക് മാറുകയാണ്. കാരണം ഹറമിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇഹ്റാം ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഹില്ലിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങുന്നു. ഹില്ലിൽ പോയിക്കൊണ്ട് വേണം നമുക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി. ആയിഷ ഉമ്മയുടെ ഓരോ സംഭവങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷം അവരിൽ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. മസ്ജിദ് ആയിഷ നല്ല മനോഹരമായ കാഴ്ചകളാണ് ആയിഷ പള്ളിയുടെ മുൻവശമെല്ലാം. ഇൻഷാ അല്ലാഹ് സൗകര്യപ്പെടുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ചേർക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മൾ തന്നെ വ്ളോഗിൽ പുതിയ വീഡിയോകളൊക്കെ ഉണ്ട്, കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അത് ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ മസ്ജിദ് ആയിഷയിലേക്ക് പോവുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഹസന ട്രാവൽസ് എന്ന് എഴുതിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരൊക്കെ മാഷാ അല്ലാഹ് എന്തൊരു ഭംഗിയാണത് കാണുമ്പോൾ തന്നെ. എന്തെന്നില്ലാത്തൊരു സന്തോഷം കൂടെയാണ് നമുക്ക് ഇങ്ങനെയുള്ള രംഗങ്ങളെല്ലാം കാണുമ്പോൾ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഇനി ഇഹ്റാം ചെയ്യാം നമുക്ക്.
عمرة وأحرمت بها لله تعالى لبيك اللهم بعمرة لبيك لبيك لا شريك لك ലബ്ബൈക്. എല്ലാവരും മുഖം തുറന്നിടി. ഇന്നൽ ഹംദ വന്നിഅ്മത ലക വൽ മുൽക് ലാ ശരീക ലക്. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പരിശുദ്ധ ഉംറയെ ഞാൻ കരുതി അതിനു വേണ്ടി ഇഹ്റാം ചെയ്തു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇഹ്റാമെല്ലാം ചെയ്തു കഴിഞ്ഞു. ഞങ്ങൾ കണ്ടില്ല, ഇതാണ് മസ്ജിദ് ആയിഷയുടെ പുറമെന്നുള്ള വ്യൂ. നല്ല മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് മസ്ജിദ് ആയിഷ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ല സൗകര്യമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നു നേരെ ഫുന്ദുക്കിലേക്ക്. ഏകദേശം മഗ്രിബോട് അടുത്തിട്ടുണ്ട് സമയം. മഗ്രിബിൻ്റെ സമയത്ത് ഉംറയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം കണ്ടറിഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ നേരെ ഇശാഇന് ശേഷമാക്കി നമ്മുടെ ഉംറ. അങ്ങനെ നമ്മൾ എല്ലാവരും മഗ്രിബോടെ ഇവിടെ എത്തിയതിന് ശേഷം ഇറങ്ങി എല്ലാവരും ഫുന്ദുക്കിലേക്ക് പോവുകയാണ്. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ്, കൂടി വന്നാൽ ഒരു 5 മിനിറ്റ് ദൂരം നടക്കാനുണ്ട് നമ്മുടെ ഫുന്ദുക്കിലേക്ക്. അന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും ഇശാഇന് ശേഷം പരിശുദ്ധമായ ഉംറയ്ക്ക് പോവുകയാണ്. അൽഹംദുലില്ലാ, മസ്ജിദുൽ ഹറാം, അള്ളാഹുവിൻ്റെ ഭവനം എത്രമാത്രം ഭംഗിയാണ്. അൽഹംദുലില്ലാ, അങ്ങനെ ഞങ്ങളുടെ തവാഫെല്ലാം കഴിഞ്ഞു. തവാഫിലൊന്നും കാര്യമായ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തവാഫ് കഴിഞ്ഞു. തവാഫിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ സുന്നത്ത് നിസ്കരിക്കുന്നു. അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് സമയങ്ങളിങ്ങനെ ചെലവഴിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കാനൊരു സന്മനസ്സെങ്കിലും കാണിക്കണേ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇതെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നമ്മൾ വായിച്ചു നോക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.